എല്ലാ സർപ്രൈസും അവർ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കലാലയമാണിത്, കേരളവർമ്മ. അവിടുത്തെ പുലികളെ നമുക്ക് കാണാം. ഇവരെല്ലാവരും തന്നെ സജ്ജമായിരിക്കുകയാണ്. എന്തൊക്കെയായി ഫേസ് വരച്ചിട്ടില്ലേ? ഫേസ് വരയ്ക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്രാവശ്യം തകർക്കും. എത്രാമത്തെ തവണയാ? ഇവിടെ 4ാമത്തെ തവണ. അത് ശരി. ഇവിടെ മറ്റൊരു പുലി ഇങ്ങനെ വേഷം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ ചേട്ടാ? തീർന്നിട്ട് ഫ്രണ്ട് ഫേസ് വരച്ചോണ്ടിരിക്കുന്നു. അത് ശരി. രാവിലെ മുതൽ ചേട്ടൻ നമുക്കൊന്ന് വരയ്ക്കാൻ പറ്റൂ? ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. അത് വളരെ ഇതായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഒരു പുതിയ അനുഭവമാണേ. പുലി വരയ്ക്കുന്നു. നമ്മളും ഇതിൻ്റെ ഭാഗവാക്കാവുകയാണ്. നമുക്കോ വരയ്ക്കാൻ പറ്റിയില്ല. എന്തായാലും പുലി വേഷം കെട്ടുന്നവരെ ഇതിപ്പോൾ അല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണല്ലോ ഈ ഷർട്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതേ രീതിയിൽ ഓരോരുത്തർക്കും ഇതേ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഇവർ. ഇങ്ങനെ വരച്ച് സെറ്റായി എല്ലാം സജ്ജമാക്കുന്നു. അങ്ങനെ ഓരോ പുലികളെയും ചേട്ടൻ പണി നടക്കട്ടെ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളാണ്. എവിടെ വരെയായി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളി. തകർക്കും. ഫസ്റ്റ് പ്രൈസാണ് ഞങ്ങൾക്ക്. ഫസ്റ്റ് പ്രൈസാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. 7 ദേശക്കാരും പറഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ്. ഞങ്ങൾക്ക് അനുഭവമുള്ളല്ലോ. പിന്നെ എന്താ നമുക്ക് ഇനിയിപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ കുലുക്കി അരമണി കുലുക്കി നാടിനെ വിറപ്പിക്കും. 2 മണി തൊട്ട് റൗണ്ട് കംപ്ലീറ്റ് ഫുള്ളായിരിക്കും ആളുകളുണ്ട്. 7 ടീമുകളിലെ ഒരു ടീമിൽ 51 പുലികളാണ്. 51 പുലിയും ഓരോ ടേബിളാണ്. ശരി. അത് 37ാമത്തെ വർഷം. വ്യത്യസ്തമാണല്ലോ ഓരോ ഇത്. ഫേസ് വ്യത്യാസമായിരിക്കും. അതിൽ തന്നെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഷുവറായിട്ടും ഈ വയറുള്ള പുലികൾക്കാണ് ഇപ്രാവശ്യം ഡിമാൻഡ്. ഇപ്രാവശ്യം എപ്പോഴും ഡിമാൻഡ് അല്ല. മെയിനായിട്ട് വയറല്ലാതെ കളിയുടെ ഇതിലാണ് അടിസ്ഥാനത്തിൽ. ചിലർ വയറാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. അതൊക്കെ വെറുതെ ആണോ? ചേട്ടൻ്റെ പക്ഷം എന്ന് വെച്ചാൽ കളിയിലാണ്. അതായത് നമ്മളെപ്പോഴും വയറുള്ള പുലികളെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, കളിയിലാണ് പ്രധാനപ്പെട്ട. ഏതാണ് വയർ നോക്കിയ സ്റ്റെപ്പാണ്? സ്റ്റെപ്പ് കളിയാണ് മെയിനായിട്ട്. അത് ശരി. 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി. എനിക്ക് വയ്യാതാണ് സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് ഒന്നിടാവോ? എന്നിട്ട് സ്റ്റെപ്പിനാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു എലമെന്റ് അല്ലേ? ആ വരകൾക്കൊപ്പം എല്ലാവരും ഇതേപോലെ അങ്ങ് കളിച്ചാൽ ഗംഭീര ഉഷാറാവും. ഞങ്ങൾ ഫുൾ ടീം അങ്ങനെ തന്നെ കളിക്കുന്നവരെല്ലാവരും. ഈ കർണാടക ദേശത്തില് എല്ലാ കൊല്ലം ഞങ്ങൾ ഫുൾ ടീം അങ്ങനെ തന്നെ കളിക്കാറ്. നിങ്ങളുടെ പക്ഷം എന്ന് വെച്ചാൽ അതായത് ഗംഭീരമായി കളിക്കുക അല്ലേ? അതെ. ഓക്കെ. കളിയിലാണ് പ്രൈസ് വന്ന് കളിയിലാണ്. ആ കളിക്കാർ കംപ്ലീറ്റ് ഇതിലുണ്ട്. 51 പേരുണ്ട്. 51 പേരും കളിക്കാരാണ്. അപ്പോൾ ഇവര് അതാണ് പറയുന്നത്. 51. ഇവിടെ 2 കുട്ടിപ്പുലികൾ തയ്യാറായിരിപ്പുണ്ട്. അവർക്ക് വേഷം ഇടാൻ പറ്റിയിട്ടില്ല. വേഷം ഇടാൻ പറ്റിയില്ലേ? വേഷപ്പെടും. ആണോ? എന്ത് പറ്റി? ആദ്യമായിട്ടാണോ? അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അത് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു ഇതുണ്ടോ? എന്താണ് ഇപ്രാവശ്യം ഇങ്ങനെ ഇറങ്ങണമെന്ന് തോന്നിയത്? അത് ഈ പുലിക്കളി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇറങ്ങി. കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇപ്രാവശ്യം പുലിയാവും? പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലേ പുലികളാണല്ലേ? തൃശ്ശൂരിലെ പുലികളാണ് അല്ലെങ്കിൽ തന്നെ. ഒരു സ്റ്റെപ്പ് ഇട്ടെ, കുട്ടിപ്പുലികളുടെ സ്റ്റെപ്പ് ഇട്ടെ. അതെ, കുട്ടിപ്പുലികളുടെ സ്റ്റെപ്പാണേ. ഇതൊക്കെ എപ്പോ പഠിച്ചാ? അച്ഛൻ പഠിപ്പിച്ചാ? അച്ഛനാണ്. എത്ര ദിവസമായി ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്? ഓണപരീക്ഷയുടെ ഒക്കെ ഇടയ്ക്ക് ഇതിൻ്റെ പ്രാക്ടീസ് ആയിരുന്നോ? അപ്പോൾ ഇവര് വെക്കേഷൻ അടിച്ചു പൊളിക്കുകയാണ്. ഇന്ന് 4ാം ഓണമാണ്. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ വരച്ചു കൊടുക്കുന്നത് കണ്ട് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, രാഗിൻ വരച്ചതാണോ അതോ ഇത് ഷർട്ട് തന്നെയാണോ എന്ന്. അല്ല, വരച്ചതാണ്. ഇത് എന്നെ സംബന്ധിച്ചത് ഇതെൻ്റെ ഷർട്ടാണ്. ഇത് ഏതാണ്ട് ഒരേപോലെയാണ്. ഇപ്പോൾ പുലിയുടെ വേഷവും ഈ ഷർട്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ മാറിപ്പോവും. പച്ച കുറച്ച് കൂടുതലാന്നല്ലോ. പച്ച കൂടുതലാന്നുള്ളൂ. ഏകദേശം അതിന്റെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 50 ആണെങ്കിൽ ഒരാൾ ഞാനും കൂടി കളിക്കാം അല്ലേ? 51 51 ആയിപ്പോയി. 52 കഴിഞ്ഞപ്പോ പ്രൈസ് കിട്ടില്ല. വേണമെങ്കിൽ എനിക്കും കൂടി കളിക്കാം. അപ്പോൾ ഇന്നലെ ഞാനും ഈ ലിഷോയൊക്കെ കൂടി ഒരുമിച്ചാണ് ഷർട്ട് എടുക്കാൻ പോയത്. അപ്പോൾ എനിക്ക് ലിഷോ ഇട്ട ഷർട്ടിൻ്റെ എനിക്ക് പാകമായി കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ഷർട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ബീച്ചേടം പറഞ്ഞാൽ അങ്ങനെ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഷർട്ടിലേക്ക് വന്നത്. എന്തായാലും എന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ആ ടീമിന്റെ ഭാഗമാകാം. സീതാറാമിൽ ഏറ്റവും പഴയ ദേശമാണ്. അതിന്റെ ഭാഗമായി ചിലപ്പോൾ രാഗിനും വേണമെങ്കിൽ ഇറങ്ങാം.